നമസ്കാരം ഫ്രാഞ്ചൈസികളെ, അർജുനാണ് ടെക് ബിസ് പ്രൊവൈഡേഴ്സിൽ നിന്ന് നമ്മളിപ്പോൾ ATMന്റെ അസറ്റ് ടാഗിങ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലൊരു ഒരു കാർഡ് ടാഗ് ഹിറ്റാച്ചിയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പോസ്റ്റ് വഴി നിങ്ങളുടെ ATM അഡ്രസ്സിലോ നിങ്ങളുടെ ഹോം അഡ്രസ്സിലോ പോസ്റ്റ് വഴി വന്നു കാണും. വന്നവർ ചെയ്യേണ്ടതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലോ നിങ്ങളുടെ MFനെ കോൺടാക്ട് ചെയ്യുക. ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അസറ്റ് ടാഗ് വന്നിട്ടില്ല, ഞങ്ങൾക്ക് ടാഗ് ചെയ്യാനുള്ള മെയിലുകൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ടാഗ് വന്നില്ലെന്ന് ഇൻഫോം ചെയ്താൽ നമ്മൾ ടാഗ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. ഈ ടാഗ് എങ്ങനെയാണ് ടാഗിങ് പ്രോസസ് ചെയ്യേണ്ടത് അതിനുള്ള വീഡിയോ ആണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ചെയ്യേണ്ടതാണ് സൈറ്റിൽ പോയിട്ട് നമ്മുടെ FLM ഫസ്റ്റ് മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഈ ഓരോ ടാഗും നമ്മുടെ മെഷീനകത്തും UPSനകത്തും ബാറ്ററിയിലൊക്കെ നമ്മൾ സ്റ്റിക്കർ പോലെ ഒട്ടിക്കേണ്ട കാര്യമാണ്. ഈ ടാഗിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്റിന്റെ പർപ്പസ് ആണ്. നമ്മുടെ ATM മെഷീനും UPS അതിലെ കമ്പനിയുടെ അസറ്റുകളാണ്. അപ്പോൾ അതിന്റെ ഓഡിറ്റിന്റെ പർപ്പസ് ആയിട്ട് നമ്മൾ എല്ലാ വർഷവും ചെയ്യേണ്ടതാണ്. ഈ വർഷത്താണ് നമുക്ക് ഈ ടാഗിനായിട്ട് വന്നിരിക്കുന്നത്. ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതുപോലുള്ള ഒരു 5-6 ടാഗ് നിങ്ങൾക്ക് പോസ്റ്റ് വഴി വന്നു കാണും. ഇത് ഓരോ ടാഗിനകത്തും ഓരോ QR കോഡാണ് വരുന്നത്. ആ ഓരോ QR കോഡ് മെൻഷൻ ആയിട്ടുള്ള ഒരു നമ്പരും ഈ ടാഗിനകത്തുണ്ട്. പിന്നെ ഹിറ്റാച്ച് ഇവന്റ് സർവീസസ് എന്നുള്ളൊരു പേര് ഇതിനകത്ത് കാണും. ഇത് നമ്മൾ മെഷീനകത്തും UPSനകത്തും നമ്മുടെ ക്യാമറയ്ക്കകത്തും നെറ്റ്വർക്ക് മോഡത്തിനകത്തും നമുക്കിത് ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ കമ്പനി അയച്ചു തന്നിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനകത്ത് നമ്മളിത് QR കോഡിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഓരോ ഫ്രാഞ്ചൈസിയും ചെയ്യേണ്ട കാര്യമാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലാവും. 2-3 വട്ടം ഒന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ടാഗ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഈ ടാഗിനകത്ത് നമുക്ക് ഒരു സ്റ്റിക്കർ പോർഷൻ ഉണ്ടാവും, ഒരു ടാഗും ഉണ്ടാവും. ഈ സ്റ്റിക്കറിന്റെ പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ ഈ ടാഗ് നമുക്ക് ഒട്ടിക്കാവുന്ന പരുവത്തിലാവും. അസറ്റ് ടാഗിങ് നമ്മൾ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സ്മാർട്ട് ഫോൺ എടുക്കുക, ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും എടുക്കേണ്ടത്. അതിനകത്ത് പ്ലേ സ്റ്റോർ എടുക്കുക. അതിനകത്ത് ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്, സെർച്ച് കൊടുക്കുക. അതിനകത്ത് MACO സ്പേസ് AMS അത് കഴിഞ്ഞ് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കാണിക്കും, മാക്കോ AMS, മാക്കോ ഇൻഫോടെക് എന്ന് പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ കാണും. ഇത് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ ഫ്രാഞ്ചൈസി നിങ്ങൾ ഗ്രൂപ്പിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അയച്ചു തരും. അത് ക്ലിക്ക് ചെയ്താലും നേരെ ഈ പേജിലേക്കാണ് വരുന്നത്. അവിടെ എടുത്താലും മതി. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഇങ്ങനെ ഓപ്ഷൻ ആയിരിക്കും ആദ്യം കാണുന്നത്. അതിനകത്ത് സെലക്ട് URL ടൈപ്പ് എന്നുള്ളിടത്ത് IP അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് URL എന്നുള്ളിടത്ത് ക്യാപിറ്റൽ ABCD എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഒരു യൂസറേയും ആൻഡ് പാസ്വേഡ് എന്നൊരു ഓപ്ഷനോട്ട് വരും. കേരള പാസ്വേഡ് 123456 FR.കേരള. ഇടയ്ക്ക് സ്പേസ് ഒന്നും വരാൻ പാടില്ല. F ക്യാപിറ്റൽ, R ക്യാപിറ്റൽ, .K ക്യാപിറ്റൽ. ലോഗിൻ കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിനകത്ത് അലൗ ചെയ്യണമെന്ന് ചോദിക്കും. അത് എല്ലാം അലൗ കൊടുക്കുക. പിന്നെ നമ്മുടെ ഫോണിനകത്ത് GPS ഓൺ ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. GPS സെറ്റിങ്സ് വല്ലതും ഓഫായി കിടക്കുവാണെങ്കിൽ അതെല്ലാം ഓൺ ആക്കി ഇട്ട് കൊടുക്കുക. എല്ലാ ഓപ്ഷനും അലോ കൊടുക്കുക. അതിനകത്ത് ടാഗ് എന്നൊരു ഓപ്ഷനിലേക്ക് വരും, ടാഗ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ നമുക്ക് എനേബിൾ ചെയ്യണമെന്ന് ചോദിക്കും. ഇത് ചില ഫോണിൽ ഉണ്ടാവും, ചില ഫോണിൽ കാണത്തില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വൈൽ ഐ എം യൂസിങ് ദി ആപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ടാഗ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ടാഗ് ആദ്യം മെഷീനുകളിലും UPSും ബാറ്ററിയിലൊക്കെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഈ ആപ്പ് വെച്ച് സ്കാൻ ചെയ്ത് നമുക്ക് ആ ടാഗ് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആദ്യം സ്കാൻ ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഒട്ടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. കുറച്ചുകൂടെ എളുപ്പം രണ്ടാമത് പറഞ്ഞതായിരിക്കും. ആദ്യത്തെ രീതി ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് സ്കാൻ ചെയ്ത് ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രം മതി. ഓരോരുത്തരെ കൺവീനിയൻസ് ചെയ്യാം. രണ്ടാമത്തെ എനിക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ടാഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് 3-4 ഓപ്ഷൻ, ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഡാഷ്ബോർഡ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിൻ ഓപ്ഷനിലോട്ട് ചോദിക്കും. അതിനകത്ത് ടാഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് ഒരു കയ്യിൽ നമ്മൾ ടാഗ് എടുത്ത് വെക്കുക. അതിനുശേഷം ടാഗ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്കാൻ QR എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സ്കാൻ QR, അത് സ്കാൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ QR കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ടാഗിനകത്തുള്ള ഈ HPY 27885
അത് നമ്മുടെ ഈ ആപ്പിനകത്തും QR കോഡ് എന്നുള്ള ആ കോഡിൻ്റെ നമ്പർ അതിനകത്ത് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് സെർച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ QR സക്സസ് ആയിട്ട് സ്കാൻ ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി നമ്മൾ ATM ID കൊടുക്കുക. അപ്പോൾ നമ്മൾ ATM ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഓക്കെ ഒട്ടിച്ചു. ഇനി അസറ്റ് നെയിം, എന്ത് അസറ്റാണ് നമ്മളിപ്പോൾ ടാഗ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനകത്ത് ഇത്രയും അസറ്റ് നമുക്ക് ചെയ്യാനുള്ളതാണ്. CRM, അതായത് ATM ആണെങ്കിൽ ATM എന്നായിരിക്കും കാണിക്കുന്നത്, CDM മെഷീനുകളാണെങ്കിൽ CRM എന്നായിരിക്കും കാണിക്കുന്നത്, ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ. അപ്പോൾ CRM ഉണ്ട്, UPS ഉണ്ട്, 3 ബാറ്ററി ഉണ്ട്, പിന്നെ VSAT എന്ന മുകളിൽ ഡിഷ് അല്ല, നമ്മുടെ മോഡത്തിനകത്ത് മാത്രം ടാഗ് ചെയ്താൽ മതി. അപ്പം നമുക്ക് CRM CDM മെഷീനകത്ത് സ്കാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CRM നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ഫെച്ച് ആവുന്നുണ്ട്. ഓക്കെ, കേരള അതെല്ലാം സെലക്ട് ആയി. സ്റ്റാർ ഉള്ള കോളങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്, വേറൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ 2 ഫോട്ടോ എടുക്കണം. ക്യാമറ നോർമൽ 1, ക്യാമറ 2, ഈ 2 എണ്ണമാണ് നമുക്ക് ചെയ്യേണ്ടത്. ടാഗ് ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ ടാഗ് ഒട്ടിക്കാൻ പോവുകയാണ്. മിഷീൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ടാഗ് മാർക്ക് ചെയ്യുക. ഒട്ടിച്ചു. അപ്പോൾ ടാഗ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ടാഗിൻ്റെ ആ ഫോട്ടോ നമുക്ക് എടുക്കണം. അതിനകത്ത് ഈ ക്യാമറ എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഇവിടുത്തെ ക്യാമറ കൊടുക്കുക. അപ്പോൾ അതൊരു ഓപ്ഷനിലോട്ട് വന്നു. ആ ടാഗും മെഷീനും കിട്ടുന്ന രീതിയിൽ, അതിനകത്ത് ഈ എടുക്കുന്ന ഫോട്ടോയ്ക്കകത്ത് നമുക്ക് ഈ QR കോഡും ഈ നമ്പരും കൃത്യമായിട്ട് പതിയണം. അത്രയും രീതിയിൽ നമ്മൾ വെച്ചിട്ട് ആയിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ ഒരു ഇൻറ്റു സൈൻ ടിക്കും ചോദിക്കും. അതിനകത്ത് ഇത് ക്ലിയർ ആണ്, ഈ നമ്പർ ക്ലിയർ ആണ്, വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഓപ്ഷനകത്ത് ഫസ്റ്റ് ഫോട്ടോ സെറ്റായി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലോങ് ഫോട്ടോ ആണ് വേണ്ടത്. അപ്പം QR ഫോട്ടോ നമുക്ക് കിട്ടി, ലോങ് ഫോട്ടോ വേണം. അതിന് നമ്മൾ രണ്ടാമത്തെ ക്യാമറ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാമറ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരോട്ട് മാറി നിന്നെടുക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ QR കോഡും കിട്ടണം, നമ്മുടെ മെഷീനും കിട്ടണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് താണ്ടേ യെസ് കൊടുക്കുന്നു. ഓക്കെ, എവിടെയാണ് ഒട്ടിച്ചതിൻ്റെ QR കിട്ടി, അത് എവിടെയാണ് നമ്മൾ പതിവിച്ചെന്നുള്ളതും കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കിക്കോണം, നമ്മൾ വെച്ചിരിക്കുന്ന ടാഗിൻ്റെ നമ്പർ താണ്ടേ ഇവിടെ വന്നിട്ടുണ്ട്. അത് ആ ATM ID വന്നിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റിലുള്ളതാണെന്നെല്ലാം ഓട്ടോമാറ്റിക് സെലക്ട് ആയിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട. പിന്നെ നമ്മൾ ഫോട്ടോ രണ്ടും ഓക്കെ ആണോ എന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ടാഗിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ക്ലിക്ക് ചെയ്യുക. അത് അസറ്റ് സേവിങ് എന്ന ഓപ്ഷനിലോട്ട് പോകുന്നു. ലോഡിങ് കാണിക്കുന്നു. ഓക്കെ, ഡാറ്റ സേവ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നു. അപ്പോൾ ആ ഡാറ്റ സേവ് ആയി. ഓക്കെ കൊടുക്കുക. ഒന്നാമത്തെ ടാഗിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അടുത്ത ടാഗ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടാഗ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ UPSലാണ് ടാഗ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കി ആപ്പിൻ്റെ നമ്മൾ ഡാഷ്ബോർഡ് എന്ന ഓപ്ഷനോട്ട് വീണ്ടും എടുക്കുവാണ്. ഒന്നുകൂടെ ചോദിക്കും, അലോ ചെയ്യട്ടോ ചോദിക്കും, അലോ ആള് കൊടുക്കുക. അതിനകത്ത് ടാഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് സ്കാൻ QR എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ടാഗ് കയ്യിൽ വെക്കുന്നു. QR ഓട്ടോമാറ്റിക് സ്കാനായി. QR കോഡെല്ലാം വന്നിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഒന്ന് സെർച്ച് കൊടുക്കാം. ATM ID നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ATM ID ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇനി വരാത്ത കേസാണെങ്കിൽ ഒന്നുകൂടെ ATM ID കൊടുത്താൽ മതി. അടുത്ത അസറ്റ് നെയിം, ഏത് അസറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ UPS ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ UPS കൊടുക്കുക. ഈ UPSനകത്തോട്ട് ടാഗ് ചെയ്തു ഒട്ടിച്ചാൽ മതി. ബാക്കി സ്റ്റിക്കർ ഉള്ളതാണ്. ഓക്കെ, ഇളകി പോകത്തില്ല. ഇനി കഴിഞ്ഞ് നമ്മൾ ക്യാമറ എടുക്കുന്നു. നമ്മുടെ ഫസ്റ്റ് സീരിയൽ നമ്പർ സ്കാൻ ചെയ്യുന്ന ക്യാമറ എടുക്കുന്നു. ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്യാമറ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ക്യാമറ ഓപ്ഷൻ വരുന്നു. നമ്മൾ നേരെ ഇത് കൊണ്ടുവരുന്നു. ഈ QR നല്ലോണം കിട്ടണം. നമ്മൾ ഫോൺ നോക്കുക, ഇത്ര ഭാഗം മാത്രം മതി. അത് കഴിഞ്ഞ് ക്ലിയർ ആയിട്ട് കിട്ടണം. ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വരും, ഈ ഫോട്ടോ സേവ് ചെയ്യട്ടോ. അപ്പോൾ ഇത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ കിടക്കുവാണെങ്കിൽ ടിക്ക് കൊടുക്കുക. ഓക്കെ, കിട്ടി. ഇനി നമുക്ക് എന്താ വേണം, ലോങ് ഫോട്ടോ വേണം. അപ്പോൾ രണ്ടാമത്തെ ക്യാമറ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ക്യാമറ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷൻ വന്നു, ക്യാമറ കൊടുക്കുക. UPS ആണെന്ന് കാണുന്ന രീതിയിലൊരു ഫോട്ടോ വേണം. അത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ഫോട്ടോ കൊടുക്കുന്നു. അപ്പോഴും ചോദ്യം വരുന്നു, സേവ് ചെയ്യട്ടോ എന്നുള്ള ടിക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുക,
നമ്മൾ QR കോഡ് വെരിഫൈ ചെയ്യുക. ഈ കോഡ് തന്നെയാണോ ഈ കോഡ് എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞ് UPS ആണ് നമ്മൾ അസറ്റ് വെച്ചിരിക്കുന്നത് നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുത്തത് വന്നിട്ടുണ്ട്. UPS ലോങ് ഫോട്ടോ 2 ഫോട്ടോ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് സേവ് കൊടുക്കുക. ഓക്കെ, ഡേറ്റ ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ 2 അസറ്റ് നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ടാഗാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടാഗ് എടുക്കാൻ പോകുന്നത്. ടാഗിൻ്റെ കോഡൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫോൺ എടുത്തു. ഓക്കെ, അതിനകത്ത് നമ്മൾ സ്കാൻ QR നമ്മൾ ടാഗ് സ്കാൻ ചെയ്തു. ഓക്കെ, വന്നിട്ടുണ്ട്. നമ്മൾ ATM ID ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ATM ID അസറ്റ് നെയിം എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അത് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ATM ഓൾറെഡി നിന്ന് പോയി, UPS ഓൾറെഡി നിന്ന് പോയി. ഇനി ചെയ്യാനുള്ളത് 3 ബാറ്ററി VSAT. അപ്പോൾ നമ്മൾ VSATന് പകരം നമ്മൾ ആ മോഡമാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ VSAT സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് ലോഡിങ് കാണിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നു, നമ്മുടെ ഈ QR കോഡ് നമ്മൾ ആ മോഡത്തിനകത്തോട്ട് നമ്മൾ ഒട്ടിക്കുന്നു. ആ മോഡത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ ആ QR കോഡ് ഒട്ടിച്ച് വയ്ക്കുകയാണ്. അതിനകത്ത് താഴോട്ട് കാണിക്കുന്നു. സീരിയൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ആ ക്യാമറ നമ്മൾ ഓൺ ആക്കുന്നു. വീണ്ടും ക്യാമറ എടുക്കുന്നു. അതിൻ്റെ സീരിയൽ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നു. അതിനകത്ത് ഫോട്ടോ എടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യണമെന്ന് വേണ്ട ചോദ്യം വരുന്നുണ്ട്. നമ്മൾ സേവ് കൊടുത്തു. അടുത്ത ക്യാമറ എടുക്കുന്ന ഓപ്ഷൻ വന്നു. ക്യാമറ എടുത്തു. വീണ്ടും ആ ഓപ്ഷൻ വന്നു. ക്യാമറ എടുത്തു. നമ്മൾ ആ QR കോഡും കാണണം, ആ മോഡും കാണണം. ഓക്കെ, അത് സേവ് ചെയ്യണോ വേണ്ടേ ചോദിക്കുന്നു. ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അതും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെരിഫൈ ചെയ്യുക. ഇതിനകത്ത് QR കോഡ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. 78819. ഇപ്പം നമ്മൾ അതിനകത്തുള്ള QR കോഡ് 78819. ഏത് അസറ്റാണെന്നുള്ളത് VSAT. ഓക്കെ, VSAT 2 ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ്. സേവിങ് കൊടുക്കുന്നു. അസറ്റ് സേവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സക്സസ്ഫുൾ ആയി. അപ്പോൾ അതും സേവ് ആയി. ഇനി നമ്മൾ അടുത്ത ടാഗ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് 3 ടാഗും കൂടെയാണ് ചെയ്യാനുള്ളത്. ATM കഴിഞ്ഞു, UPS കഴിഞ്ഞു, VSAT കഴിഞ്ഞു. ഇനി 3 ബാറ്ററിക്കകത്താണ് നമുക്ക് ഒട്ടിക്കാനുള്ളത്. അതിനാദ്യം നമ്മൾ അതിൻ്റെ ടാഗ് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ആപ്പ് എടുക്കാം. ഇനി നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്തു. സ്കാൻ QR നേരത്തെ പോലെ തന്നെ ആ QRനകത്തോട്ട് സ്കാൻ ചെയ്യുന്നു. ആ QR റീഡായി. മേലോട്ട് നോക്കിയാൽ അറിയാം നമ്മൾ മെഷീനകത്തുള്ള QRനകത്തുള്ള നമ്പരും ഈ നമ്പരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അസറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനകത്ത് ബാറ്ററി എന്നുള്ളത് കൊടുക്കുക. 3 ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി കൊടുക്കുക. അപ്പോൾ അത് ആയിട്ടുണ്ട്. അതിനകത്ത് സീരിയൽ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ? അപ്പോൾ ആ ക്യാമറയാണ് നമുക്ക് എടുക്കാനുള്ളത്. ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്തോ ചെയ്യുക, നേരെ കൊണ്ടുവരിക. നമ്മുടെ UPS ബാറ്ററിക്കകത്ത് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. എവിടെ വേണമെങ്കിലും ഒട്ടിക്കുക. ഇവിടെ ഒട്ടിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ക്യാമറ കൊടുക്കുന്നു. ഈ ക്യാമറ ഓപ്ഷൻ വരുന്നു. ഓക്കെ, ആ QR കോഡ് കിട്ടി. ടിക്ക് മാർക്ക് വന്നു. ഓക്കെ, ഇനി അത് ലോങ് ഫോട്ടോ വേണം. അടുത്ത നമ്മളുള്ള ക്യാമറ എടുക്കുന്നു. ഈ ക്യാമറ കൊടുക്കുന്നു. ഈ ക്യാമറ എടുത്തു. ഈ ഫോട്ടോ വന്നു. ഓക്കെ, കൊടുത്തു. ചെക്ക് ചെയ്യുന്നു. 78474 ഇതിനകത്തുള്ളതും ആ നമ്പർ തന്നെയാണ്. നമ്മുടെ അസറ്റൊക്കെ എന്താണ്, ബാറ്ററി തന്നെയാണ് നമ്മൾ കൊടുത്താക്കുന്നത്. ചെക്ക് ചെയ്യുക. ഓക്കെ, ഫോട്ടോ ഇട്ട് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. സേവ് കൊടുക്കുക. അപ്പം അടുത്ത ബാറ്ററി ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ബാറ്ററി കൊടുക്കാൻ പോവുകയാണ്. സ്കാൻ QR എടുക്കുന്നു. നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യുന്നു. നമ്മുടെ ബാറ്ററിക്കകത്ത് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അസറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. അടുത്ത ബാറ്ററി കൊടുത്തു. സീരിയൽ നമ്പർ കൊടുത്തു. ക്യാമറ കൊടുക്കുന്നു. ക്യാമറ എടുക്കുന്നു. അതിൻ്റെ ഫോട്ടോ ടിക്ക് മാർക്ക്. ലോങ് ഫോട്ടോ എടുക്കുന്നു. ക്യാമറ എടുക്കുന്നു. ക്യാമറ കൊടുത്തു. അടുത്ത ഫോട്ടോ കൊടുത്തു. സേവ്. ഇത് നമുക്ക് ഒരു അസറ്റും കൂടെ ബാലൻസ് ഉള്ളൂ.
ഓക്കെ, ലാസ്റ്റ് അസറ്റാണ് ടാഗ് ചെയ്യാൻ പോണത്. അതിൻ്റെ സ്റ്റിക്കർ കളഞ്ഞു കഴിഞ്ഞു, അതെടുത്തു. ഇനി അതിൻ്റെ ആപ്പ് എടുത്തു, അതിൻ്റെ കോഡ് സ്കാൻ ചെയ്തു, അത് നമ്മൾ ഒട്ടിച്ചു. അതിന് ശേഷം ലാസ്റ്റിലോട്ട് പോയി സീരിയൽ നമ്പർ സെലക്ട് ചെയ്യുന്ന ക്യാമറ എടുത്തു, ആ ക്യാമറ ഓപ്ഷൻ എടുത്തു, ക്യാമറ കൊടുത്തു, എടുക്കുന്നു, ക്യാപ്ചർ കൊടുത്തു, ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അടുത്തതിൻ്റെ ലോങ് വ്യൂ എടുക്കാൻ പോകുന്നു, ക്യാമറ കൊടുത്തു, വീണ്ടും ക്യാമറ നേരെയാക്കുന്നു, ക്യാപ്ചർ കൊടുക്കുന്നു, ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ആസ് എ ടൈപ്പ് കൊടുക്കാൻ നമ്മൾ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. ഓക്കെ, ഇനി ആകെയുള്ള റിമൈനിങ് ബാറ്ററി മാത്രമാണ്. ബാറ്ററി കൊടുക്കും. ഏതെങ്കിലും നമ്മൾ ഓപ്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് ഓൾറെഡി കാണിക്കും. സ്റ്റാർ ഉള്ള കോളല്ല, മാൻഡേറ്ററി കോളമാണ്. സേവ് കൊടുക്കുക. കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഈ ATMനകത്ത് ഒരു അസറ്റും പെൻഡിങ് ഇല്ല, എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മളുള്ള 6 ടാഗ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു.